Find the right words, and there's no way this is real life. There's no telling you're the right girl, so I can only say that it feels right. It feels right, it feels right. Yeah, I can only say that it feels right. It feels right, it feels right. Yeah, I can only say that it feels right. എക്സ്ക്യൂസ് മീ ഒരു കാര്യം പറഞ്ഞോട്ടെ അത് പേടിക്കണേ, ഞാൻ ഒന്നും ചെയ്യാൻ വന്നില്ല, ഒരു കാര്യം പറയാൻ വന്നേ. ഇയാളുടെ അപ്പുറത്തേക്കുന്ന കുട്ടിയില്ല, കുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് പറയാമോ? ഏറെ ഫലപ്രദമാകുമെന്നത് സംശയമേ ഇല്ല. ഒരു വീട്ടുവൈദ്യൻ എന്ന നിലയിലും ഇവ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. സ്വാദുമുക്തി മർമാണി തൈലം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറയാം, എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ നോക്കാം. പിന്നെ ഞാൻ പട്ടുസാരി സ്വർണ്ണം എല്ലാം മേടിച്ച് വീട്ടിൽ വെച്ചേക്കാം. കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ട്. കല്യാണം മോള് ഫ്രണ്ടാണോ? 5 തരം എണ്ണയിൽ കാച്ചിയെടുത്ത വലിയ ഔഷധമാണ്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ, ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞു. കുട്ടികൾക്കുണ്ടാകുന്ന വേദന, ഇഷ്ടമാണോ അല്ലെങ്കിൽ ഓക്കെ വേദന, നടപ്പുവേദന, സിസ്റ്ററെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരീരത്തിലുണ്ടാകുന്ന തരിപ്പ്, പെരുപ്പ്, കൈകാലുകൾക്കുണ്ടാകുന്ന എല്ലാവിധ വേദനകൾക്കും ഇത് ഉത്തമമാണ്. കായിക അഭ്യാസികൾക്കും മറ്റ് ശരീരമാസകൾക്കും ചേച്ചി, ഈ കുട്ടി ആരുടെ കുട്ടി? ചേച്ചിയുടെ കുട്ടിയാണോ? ഇതിലേത് മൂത്ത കുട്ടി? ചേച്ചിയുടെ ഇതല്ലേ മൂത്ത കുട്ടി? എന്താ പഠിക്കുക ചേച്ചി? എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിലെ ഉറപ്പിച്ച് വെച്ചേക്കാണോ? മറ്റേ കുട്ടി എന്താ പഠിക്കുക? പൊടിക്കൊച്ചാണോ? വേണമെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പപ്പടത്തിന്റെ കമ്പനി, എനിക്കൊരു കമ്പനി ഉണ്ട്, അതില് ഫേസ് മോഡലായിട്ട് വെക്കുക. എനിക്ക് കുട്ടി ഇഷ്ടമാണ്, കെട്ടിച്ചു തന്ന ആലോചിച്ച് വെച്ചേക്കല്ലേ ചേച്ചിക്കറിയാം. ഞാൻ പട്ടാളക്കാരനായിരുന്നു, അതിർത്തിയില് ജവാന്റെ അവിടുത്തെ ജഡേജയുടെ കൂടെ ഇരുന്ന് ജോലി ചേർന്ന് ജവാൻ അടിച്ച് സസ്പെൻഷൻ കിട്ടി വന്നത്. ഇപ്പൊ ഒരു കമ്പനി തുടങ്ങിയ എനിക്ക് മഞ്ഞത്തോടെ വെയിലത്തോടെ ഉപ്പ് ചാക്കൊക്കെ ഇട്ട് ഓടാൻ അറിയാം. കെട്ടിച്ചു തന്നാൽ ഞാനത് കണക്ക് കൊണ്ടുപോയിരുന്നു. ആലോചിച്ച് വെച്ചേക്കല്ലേ? ഓക്കെ സിസ്റ്റർ, ഓക്കെ ടാറ്റ. ഓക്കെ ഗുഡ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. സല്യൂട്ട് സിസ്റ്റർ. എനിക്കിവിടെ ഒരു സല്യൂട്ട് തരുമോ? ഞങ്ങളവിടെ ക്യാമ്പിൽ ഇങ്ങനെ സീനിയേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ ഒരു സല്യൂട്ട് കൊടുക്കുന്നു. എനിക്കൊരു സല്യൂട്ട് തരൂ. ഓക്കെ, താങ്ക്സ് കേട്ടോ, കണ്ടതിൽ വളരെ സന്തോഷം. ബ്രോ എക്സ്ക്യൂസ് മീ ബ്രോ, ഇതാരാ ബ്രോ? ഇതാരാ? പ്രത്യേകിച്ചൊന്നുമില്ല, ചേച്ചി ഇഷ്ടപ്പെട്ടു, കെട്ടിച്ചു തരുമോ? ദാറ്റ് മീൻസ് do you know മലയാളം? മലയാളം ഓക്കെ. ജവാൻ സോറി ജഡേജ ജോലി ആയിരുന്നിരുന്ന് അടിച്ച ജവാനായിരുന്നു ഞാൻ പട്ടാളത്തിൽ. ലീവിന് വന്ന് എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ആക്ച്വലി എനിക്കിപ്പോ ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ജെട്ടിയുടെ ഹോൾസെയിൽ കച്ചവടം ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മോളെ ഇങ്ങനൊന്നും ദേഷ്യപ്പെടാട്ടാ. നിന്റെ മാവന്റെ പ്രായം. ഞങ്ങൾ പിന്നെ ഇങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞങ്ങളുടെ അവിടുത്തെ ക്യാമ്പില്. ഓക്കെ മാഡം, താങ്ക് യു. ഇത് സിസ്റ്ററിന്റെ ഫ്രണ്ടാണോ? എനിക്ക് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ?
സിസ്റ്ററെ എനിക്ക് സിസ്റ്ററിനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാണോ? അപ്പൊ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ സ്വർണ്ണം പട്ടുസാരിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം തരാം. എന്നാ ഓക്കെ, ശരി, താങ്ക് യു സിസ്റ്ററെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മാരേജ് പ്രപ്പോസ് ചെയ്ത് ഞങ്ങളുടെ ഒരു ചടങ്ങുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മള് വീട്ടിൽ കല്യാണക്കുറി അടിച്ചു വരാം. വന്നോട്ടെ? വേണ്ട, ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ നാട്ടിൽ വല്ല പിള്ളേരുണ്ടെങ്കിൽ പറയണം കേട്ടോ. കേട്ടോ ചേച്ചി? ചേച്ചിയുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഈ കല്യാണം കഴിക്കാത്ത പിള്ളേര്? ഞാൻ കുറെ നാളെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കും. വല്ലതും കിട്ടുമോ ചേച്ചി? നിങ്ങളുടെ നാട്ടിലൊന്നുണ്ട്? താങ്ക്സ്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. പട്ടാളക്കാരനായിരുന്നു പണ്ട്, ജവാനായിരുന്നപ്പോ ജവാൻ അടിച്ച് ഓഫായി പോയതാ. പ്രാങ്ക് ഷോസ് കാണോ? കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ക്യാമറ ഇരിക്കുന്നുണ്ടോ? പ്രാങ്ക് ഷോ ആയിരുന്നു സിസ്റ്റർ. ഒരു മാരേജ് പ്രപ്പോസൽ പ്രാങ്ക് കേട്ടോ. ഒരു ഹായ് കാണിച്ചേക്കും. പ്രാങ്ക് ആയിരുന്നു കേട്ടോ, വേറെ ഒന്നുമല്ല. പ്രാങ്ക് ഷോ ആയിരുന്നു സിസ്റ്റർ. വേറൊന്നും വിചാരിക്കില്ല കേട്ടോ, എന്റെ പെങ്ങളുടെ പ്രായമുള്ള കേട്ടോ. ആരും ഒരു ഹായ് കാണിച്ചിട്ട് പോയിക്കോ സിസ്റ്റർ. കേട്ടോ കേട്ടോ, പ്രാങ്ക് ആയിരുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ ചേച്ചി പ്രാങ്ക് ഷോ കാണൂ? പ്രാങ്ക് ഷോ ആണോ? കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ക്യാമറ എന്ത് അതോ ക്യാമറ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. റെഡ് ഷർട്ട് ഇട്ടാണ്ടോ? ഒരു ഹായ് കാണിച്ചേക്ക് കേട്ടോ. ഒരു ഹായ് അങ്ങനെയല്ല, ഒരു കൈ ഇങ്ങനെ നോക്കി ഹായ് ഹലോ കാണിച്ചേക്കേട്ടോ. ഭ്രാന്താന്ന് വിചാരിച്ചല്ലേ? തലയ്ക്ക് അസുഖമെന്ന് വിചാരിച്ചല്ലേ? കുഴപ്പമുണ്ട്, ശരിക്കും എനിക്ക് ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. ശരി, പോട്ടെ. താങ്ക് യു. ജസ്റ്റ് 1 minute. Do you see prank show? Prank show? It's a prank show from KL Prank YouTube channel. Okay, where? There's a camera. I can see the camera. The guy who is sitting with a red shirt, you know, you can't see. Yeah, she has. Okay. ഫോണിൽ കളിക്കല്ല, കയ്യിലൊരു ക്യാമറ ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയത് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ബ്രോ. നമ്മളെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. പിന്നെ സിസ്റ്റർ ഈ പ്രാങ്ക് ഷോസ് കാണോ? പ്രാങ്ക് ഷോസ് ആണോ? കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ ചേച്ചി പ്രാങ്ക് ഷോ ആണോ? എന്ന് വെച്ചാൽ പണ്ട് ഈ സൂര്യ ടിവിയുടെ തരികിട പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? എനിക്ക് കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. എന്റെ പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. മാരേജ് പ്രപ്പോസൽ പ്രാങ്ക്. ക്യാമറ ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് കാണിച്ചേക്ക് സിസ്റ്ററെ. ഹായ് കാണിച്ചേക്ക്. അയ്യോ, വളയം പൊട്ടി. പുതിയത് മേടിച്ചാൽ പൈസ ഇല്ല, ക്ഷമിക്കണം കേട്ടോ. ഞാനൊക്കെ പൊട്ടിക്കാം. ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. യൂട്യൂബ് നോക്കിയാൽ മതി, കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. കേൽ പ്രാങ്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയത്. താങ്ക് യു. സോറി ചേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതൊന്നും എനിക്ക് അറിയത്തില്ലേ. ഞാൻ പ്രാങ്കാന്ന് പറഞ്ഞല്ലേ. ഓക്കെ, താങ്ക് യു. അയ്യോ, അതിന് പിന്നെ ആയിക്കോട്ടെ. ചേച്ചി, ചേച്ചിയുടെ മോളാണോ ചേച്ചി? അല്ലേ, ചേച്ചിയുടെ മോളാണോ? ചേച്ചിയുടെ മോളാണോ? ചേച്ചി, ഞാൻ ഒരു എന്ത് ചേച്ചി പേടിച്ചു പോകുന്നത്? ഞാനൊരു പട്ടാളക്കാരനായിരുന്നു കേട്ടോ. ഞങ്ങള് പട്ടാളത്തിൽ നിന്ന് ഇപ്പോൾ വന്നയാ. എനിക്ക് കുട്ടിയെ ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയാണ് കേട്ടോ. പിന്നെ ചേട്ടാ, പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ? പ്രാങ്ക് ഷോസ് കാണോ? പ്രാങ്ക് ഷോസിൽ നിങ്ങൾ ഇടാനുള്ള വീഡിയോ ഒക്കെ ആണോ? കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ഷോ ആയിരുന്നു ഇപ്പോൾ. സോറി, എനിക്ക് മനസ്സിലായത്. അല്ല, ഞാൻ 7th പഠിക്കുന്നതിന് എനിക്കറിയത്തില്ലായിരുന്നു. സോറി കേട്ടോ, ഞാൻ വലിയ കുട്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. സോറി, റിയലി സോറി. ക്യാമറ കൊണ്ടോട്ടിരിക്കുന്നു. ഓക്കെ, സോറി കേട്ടോ, റിയലി സോറി. ചേച്ചി, സോറി കേട്ടോ, എനിക്ക് മനസ്സിലായാലും ചേച്ചിയുടെ തന്നെ പറഞ്ഞേട്ടോ. ആക്ച്വലി കേൽ പ്രാങ്ക് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പ്രാങ്ക് ഷോസ്, സോഷ്യൽ എക്സ്പെരിമെന്റ്, പബ്ലിക് ചലഞ്ച്, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ കുട്ടി വലുതാന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, ശരിക്കും ക്ഷമിക്കണം. സോറി. പേരെന്താ? എൻ്റെ പേര് കിച്ചു, അമൽ കിച്ചു. ഓക്കെ, റിയലി സോറി. താങ്ക് യു. ഓ മച്ചാമാരെ, നമ്മള്
താങ്ക് യു. മച്ചന്മാരെ നമ്മളിവിടെ വന്ന് നമ്മള് കുറേയൊക്കെ മാരേജ് പ്രപ്പോസലുകൾ ഇങ്ങനെ ചെയ്ത് വരുവാണ്. ഇപ്പൊ ഇന്ന് കുറേ കഷ്ടപ്പെട്ട് ഞങ്ങൾ വേറെ ബോംബ് പ്രാങ്ക് ഒക്കെ ഞങ്ങൾ ചെയ്യാൻ വന്നതാണ്. പക്ഷേ കൊറോണ കാരണം ഇപ്പൊ തന്നെ ഞങ്ങൾ ബീച്ചിലൊന്നും ആളെ കയറ്റി വിടുന്നില്ല, ഇവിടെ എവിടെയും കയറ്റി വിടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മച്ചാന്മാരെ, ഞങ്ങൾ ഒരുപാട് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് നമ്മളെ തെറി വിളിക്കുന്നതും നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. കാണുമ്പോഴൊക്കെ എനിക്ക് കരച്ചിലൊക്കെ വരും. സത്യം പറയാലോ, എനിക്ക് ഞാൻ ഒന്നുമില്ലായ്മ നിന്ന് വന്നവനാ, ഒന്നുമില്ലാത്തതിൽ നിന്ന് വന്നവനാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കരയാമെങ്കിൽ നിനക്ക് തെറ്റിപ്പോയുടെ തെണ്ടികളെ. പണ്ടേ ഒന്നുമില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ കിസ് മി ഓർ സ്നാപ്പ് മീ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും തുറന്നു നോക്കി അതിനകത്ത് കാണാം. പൂഴുത്ത തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയും കേട്ടോ. അപ്പോൾ ഒന്നുമില്ലാത്ത കാലത്ത് നിന്ന് അത്രയും തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയും കേട്ട് ഇവിടം വരെ എനിക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ ഇനി എനിക്ക് കൊണ്ടു അറിയാടാ ചെറുക്കന്മാരെ. പിന്നെ നമ്മുടെ കുറേ മലിനു അനലിസ്റ്റ് എന്ന് പറയുന്ന ചാനൽ മറ്റുള്ളവരൊക്കെ നമ്മുടെ ഈ ഗേ പ്രാങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവരാരെ അധിക്ഷേപിച്ചിടുന്നതല്ല. ഗേ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വേറെ, കുണ്ടൻ എന്ന് പറയുന്നവർ വേറെ. അതാദ്യം മനസ്സിലാക്കുക. കുണ്ടൻ എന്ന് പറയുന്നത് മെൻറ്റാലിറ്റി ഉള്ളവർ വേറെ ആൾക്കാരാണ്, ഗേസ് എന്ന് പറയുന്നവർ വേറെ ആൾക്കാരാണ്. ഇത് രണ്ട് ആൾക്കാരാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് എന്തായാലും പ്രാങ്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും മച്ചാൻ പറയാം, നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പം പഴയതുപോലുള്ള എല്ലാവരുടെയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നത്. നമ്മൾ മാക്സിമം വെറൈറ്റി കണ്ടന്റുകൾ നിങ്ങളൊക്കെ തന്നെ കാണുന്നില്ലേ, ഞങ്ങൾ എന്തോ ചെയ്യാത്ത നിങ്ങളൊക്കെ ഈ പറയുന്ന കണക്കുള്ള ഈ കണ്ടന്റുകളൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും എന്തുന്നുണ്ട് പഴയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് ഹേറ്റേഴ്സും നെഗറ്റീവ് ഓളികളും ഉണ്ട്. നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ ഭയ്യ വരുന്നുണ്ട്. എന്തായാലും വെച്ചാൽ മതി, നമുക്കൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് വരും. എന്തായാലും വെച്ചാൽ മതി, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.